വന്യജീവി മനുഷ്യ സംഘർഷം എന്ന് പറയുന്ന വിഷയത്തിൽ ഈ വനസംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള കേരളത്തിലെ വനം വകുപ്പിന് നിരവധി ചൂണ്ടിയിട്ടുണ്ട്. ഇരകളെ കുറ്റവാളികളാക്കുക എന്ന് പറയുന്നത് മറ്റൊരു ജനവിഭാഗത്തിൻ്റെ പേരിൽ ഇത് നടക്കില്ല കേട്ടോ, വേറെ ഒരു ജനവിഭാഗത്തിൻ്റെ പേരിൽ ഇത് നടക്കില്ല. ഈ പ്രശ്നത്തിൻ്റെ ഇരകളെന്ന് പറയുന്ന കർഷകരും ആദിവാസികളുമാണ്. ഇടുക്കിയിലെ കുടിയേറ്റങ്ങളും കയ്യേറ്റങ്ങളും ഒക്കെ ആണല്ലോ ഇപ്പോഴും വാർത്തയിൽ പലപ്പോഴും സ്ഥാനം പിടിക്കുന്നത്. ഭക്ഷ്യക്ഷാമത്തിൻ്റെ ഘട്ടത്തിൽ ഗ്രോമോർ ഫുഡ് എന്ന് പറയുന്ന ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് കർഷകരെ അവിടെ പോയി കുടിയേറി അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു. സർക്കാരിൻ്റെ പിൻബലത്തോടെ നടന്ന കുടിയേറ്റമാണ് അത്. കർഷകർ യഥാർത്ഥത്തിൽ പരിസ്ഥിതി വിരോധികളാണോ? ഒരിക്കലും അല്ലല്ലോ. ഇരകളായ ആളുകളെ ഉത്തരവാദികളാക്കുന്ന ഒരു സംഗതി ബോധപൂർവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. കൃഷി മാന്യമായ ഒരു തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ കൃഷിയെ ഈ സിസ്റ്റം അവഗണിക്കുന്നു. സമാധാനപരമായി ജനാധിപത്യപരമായി വ്യവസ്ഥാപിതമായി ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഉള്ളിൽ ജനങ്ങൾ സമരം ചെയ്യുമ്പോൾ ആ സമരത്തിൻ്റെ പോസിറ്റീവായി സമീപിച്ചില്ലെങ്കിൽ, ക്രിയാത്മകമായി സമീപിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നസീർ, ഗാന്ധി മാർഗ പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനുമായ സണ്ണി പൈഗഡിയുമായുള്ള ഷൂട്ടർ സൈറ്റിൻ്റെ 2ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിസ്ഥിതി പ്രവർത്തകനായിരിക്കുമ്പോൾ തന്നെ മലയോര കർഷകരുടെ പ്രശ്നം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം സമരം നയിക്കുകയാണ്. വാസ്തവത്തിൽ ഇതൊരു വളരെ വിചിത്രമായൊരു വാദമാണ്. പലപ്പോഴും മലയോര കർഷകർ നേരിടുന്ന പ്രതിസന്ധിയുടെ കാരണം അവർ തന്നെയാണ് എന്ന് പറയുന്നത് പരിസ്ഥിതിവാദമായി വളർന്നു വരാറുണ്ട്. പരിസ്ഥിതിയാണ് സംരക്ഷിക്കേണ്ടത്, കാടാണ് സംരക്ഷിക്കേണ്ടത്, മൃഗങ്ങളാണ് സംരക്ഷിക്കേണ്ടത്, മനുഷ്യരല്ല എന്ന തരത്തിലുള്ള വാദം ഉയർന്നു വരാറുണ്ട്. മലയോര കർഷകർക്ക് എതിരെ പരിസ്ഥിതി പ്രവർത്തകരാണെന്ന് പറയാറുണ്ട്. എന്നാൽ പരിസ്ഥിതി പ്രവർത്തകനായിരിക്കുമ്പോൾ തന്നെ കർഷകനായിരിക്കുകയും കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയും ചെയ്യുന്ന ശ്രീ സണ്ണി പൈഗഡ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പരിഹാര സാധ്യതയെക്കുറിച്ച്, രാഷ്ട്രീയ ഇടപെടലിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതായത് ഈ പരിസ്ഥിതി പ്രവർത്തകർ എല്ലാവരും ഈ പറഞ്ഞ രീതിയിൽ മലയോര കർഷകർക്കെതിരെ നിലപാടെടുക്കുന്നവരല്ല. പക്ഷേ ഒരു ചെറിയ ശതമാനം ആളുകൾ ആ ഒരു നിലയിൽ നിലപാടെടുക്കുന്നവരുണ്ടാവും. അല്ല, ഞാൻ കേട്ടിട്ടുള്ള ഒരു ജാർഗൺ എന്ന് പറയുന്നത്, അനുഭവിക്കട്ടെ, ഈ മൃഗങ്ങൾ താമസിക്കേണ്ട സ്ഥലത്ത് പോയി നിങ്ങൾ താമസിക്കാൻ തുടങ്ങിയതുകൊണ്ടാണല്ലോ എന്നുള്ള ഒരു അങ്ങനെ പറയുന്നവരുണ്ട്. എനിക്ക് തന്നെ അങ്ങനത്തെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ സദസ്സിൽ ചിലർ മലയോരത്ത് ആളുകൾ എല്ലാവരും കൂടെ കയറി വന്യമൃഗങ്ങളുടെ അവകാശമായ അവരുടെ വിഹാര രംഗങ്ങളിലേക്ക് ആളുകൾ കയറി ചെന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മലയോരത്തെ മനുഷ്യവാസത്തെ സംബന്ധിച്ച്, അതിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് യാഥാർത്ഥ്യബോധമില്ലാത്ത ആളുകൾ, ഇപ്പോഴവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് യാഥാർത്ഥ്യബോധമില്ലാത്ത ചുരുക്കം ചില ആളുകളെ ആ നിലയിൽ പറയുന്നുള്ളൂ. അവരും പരിസ്ഥിതി പ്രവർത്തകരാണ് എന്ന നിലയിലുള്ള അവകാശവാദം ഉന്നയിക്കുന്നതുകൊണ്ട് ആണ് മലയോരത്തെ കുറച്ച് ആളുകൾക്കും ഇങ്ങനെ ഒരു തിരിച്ചൊരു തോന്നലുണ്ട്. പരിസ്ഥിതി സംരക്ഷിക്കണം എന്ന് പറയുന്നവരെല്ലാം കർഷക വിരുദ്ധരാണെന്നുള്ള തോന്നൽ മലയോര മേഖലയിലെ ചില ആളുകൾക്കും കർഷകർക്കും അങ്ങനെ തോന്നുന്നവരുണ്ട്. പക്ഷെ അതല്ല ഇതിനകത്തുള്ള ഒരു സത്യം. പരിസ്ഥിതി പ്രവർത്തകരിൽ കർഷകർ യഥാർത്ഥത്തിൽ പരിസ്ഥിതി വിരോധികളാണോ? ഒരിക്കലും അല്ലല്ലോ. അത് പല രീതിയിൽ അത് ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യപ്രകൃതി, അല്ല നമ്മുടെ ആകമാന പ്രകൃതി സംരക്ഷണമുള്ള പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത്, നമ്മളുടെ പ്രകൃതി എന്ന് പറയുന്നത് തന്നെ അതിനൊരു പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്. അതിൽ നമ്മുടെ മനുഷ്യപ്രകൃതി, നമ്മുടെ ശരീരപ്രകൃതിയൊക്കെ പരിശോധിച്ചാൽ അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സാധനം. ആ പണി ചെയ്യുന്നയാളാണ് കർഷകൻ. ആ നിലയിൽ കർഷകൻ പരിസ്ഥിതി വിരുദ്ധനല്ല, അവനാണ് പരിസ്ഥിതിക്ക് അനുയോജ്യമായി ജീവിക്കുന്നവൻ. രണ്ടാമത്തെ സംഗതി, അവനാണ് യഥാർത്ഥത്തിൽ ഈശ്വരവിശ്വാസമുള്ളവർ ഈശ്വര സൃഷ്ടിച്ചതാണ് ഈ ഭൂമി എന്ന് പറയുന്നു. ഈശ്വരവിശ്വാസം ഇല്ലാത്തവർ എന്തോ വേറെ ഏതെങ്കിലും പ്രതിഭാസത്തിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ടു വന്നതാണെന്ന് പറയുന്നു. എന്തായാലും ശരി, ഇവിടെ നടക്കുന്ന ഒരു സൃഷ്ടിപ്രക്രിയയുണ്ട്. ആ സൃഷ്ടിപ്രക്രിയയിൽ എന്ന് പറയുന്നത് മണ്ണ്, സൂര്യപ്രകാശം, വിത്ത്, ജലം തുടങ്ങിയ ഘടകങ്ങൾ കൂടി ചേർന്നാണ് ഈ പറയുന്ന പുതിയ സൃഷ്ടി ഉണ്ടാകും. ആ സൃഷ്ടി പങ്കാളിയാവുന്നവനാണ് കർഷകൻ. ഇതുപോലെ ഒരു തൊഴിൽ ചെയ്യുന്ന വേറെ ആരുമില്ല. അപ്പോൾ അവൻ അവൻ്റെ ആ ഒരു തൊഴിൽ തന്നെ സ്വാഭാവികമായി പ്രകൃതി സംരക്ഷണമാണ്. പിന്നെ ഇപ്പം വന്നിരിക്കുന്ന ആക്ഷേപം പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ നമ്മുടെ കേരളത്തിൻ്റെ മലയോര മേഖലയിലെ കുടിയേറ്റത്തെ സംബന്ധിക്കുന്ന ചരിത്രം എന്താണെന്ന് കൃത്യമായി അറിയാത്ത ആളുകളാണ്. ഒന്ന്, ഇപ്പോൾ ഇടുക്കിയിൽ കുടിയേറ്റം ഏറെ നടന്നിട്ടുള്ള കാരണം ഇടുക്കിയിലെ കുടിയേറ്റങ്ങളും കയ്യേറ്റങ്ങളും ഒക്കെ ആണല്ലോ ഇപ്പോഴും വാർത്തയിൽ പലപ്പോഴും സ്ഥാനം പിടിക്കുന്നത്. അവിടെ നടന്നിട്ടുള്ള കുടിയേറ്റം ഒന്ന് ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടെ നടന്ന കുടിയേറ്റങ്ങളാണ്. അതിനുള്ള 2 കാരണമുണ്ട്.
പുറത്തു പറയുന്ന കാരണം ഭക്ഷ്യക്ഷാമത്തിൻ്റെ രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്നൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ടൊക്കെ ഉണ്ടായ ഭക്ഷ്യക്ഷാമത്തിൻ്റെ ഘട്ടത്തിൽ കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുക ഗ്രോമോർ ഫുഡ് എന്ന് പറയുന്ന ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് കർഷകരെ അവിടെ പോയി കുടിയേറി അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു. പിന്നെ പറയാത്ത വേറൊരു കാര്യം നമ്മൾ പല ആളുകളും പലയിടത്തുമൊക്കെ രേഖപ്പെടുത്തപ്പെട്ട് കാണുന്ന ഒരു സംഗതി, ഇടുക്കി ജില്ലയിലെ പ്ലാന്റേഷനുകളിൽ കൂടുതൽ തമിഴ് വംശജരായ ആളുകൾ ജോലി ചെയ്തിരുന്നുണ്ട്. അതൊരു തമിഴ് ഭൂരിപക്ഷ പ്രദേശമായി മാറാതിരിക്കാൻ വേണ്ടി മലയാളികളുടെ സാന്നിധ്യം അവിടെ കൂടുതൽ സൃഷ്ടിക്കുക എന്നുള്ളൊരു ഉദ്ദേശവും അന്ന് ഭരണകൂടത്തിനുണ്ടായിരുന്നു. ഈ രണ്ട് കാരണങ്ങളാൽ സർക്കാരിൻ്റെ പിൻബലത്തോടെ നടന്ന കുടിയേറ്റമാണ് അത്. അതുകൊണ്ടാണല്ലോ 1977 ജനുവരി 1 വരെയുള്ള എല്ലാ കുടിയേറ്റങ്ങളെയും നിയമാനുസൃതമായി അവർക്ക് ആ ഭൂമിക്ക് പട്ടയം കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ കാരണം. ഇനി രണ്ടാമത്തെ കാര്യം, മറ്റു മേഖലകളിൽ നടന്ന കുടിയേറ്റങ്ങളിൽ വന്നാലും ശരി, ഈ ഒരു തിരുവിതാംകൂറിൻ്റെ പല ഭാഗങ്ങളിലും ഒക്കെ ഈ ജനസംഖ്യ വർദ്ധിച്ച ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന കൃഷിഭൂമി അപര്യാപ്തമായി വന്നപ്പോഴത്തേക്ക് ആരും സമ്പന്നരായ ആളുകളല്ല ഈ കുടിയേറ്റ ജനതയായിട്ട് വന്നത്. നിരാലംബരായ ആളുകൾ, അവർക്ക് അവിടെ അവരുടെ പിതൃസ്വത്തിൽ വേറെ ഇന്നത്തേതുപോലെ വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ മറ്റ് തൊഴിൽ സാധ്യതകളോ ഇല്ലാതിരുന്ന ഘട്ടത്തിൽ കൃഷിയാണ് പ്രധാനപ്പെട്ട തൊഴിൽ മേഖല എന്നുള്ള ഘട്ടത്തിൽ ആ കൃഷി എന്ന തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നതിൻ്റെ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് മണ്ണായതുകൊണ്ട് ആ മണ്ണ് തേടിയുള്ള യാത്രയാണ്. ആ മണ്ണ് തേടിയുള്ള യാത്രയിൽ ഇവർ എത്തിപ്പെട്ട സ്ഥലങ്ങളിൽ പലപ്പോഴും ഇവർക്ക് കിട്ടിയിട്ടുള്ള ഭൂമി എന്ന് പറയുന്നത് വനത്തിൻ്റെ തടി വെട്ടിമുറിച്ച ഭൂമിയാണ്. ഈ പല കുടിയേറ്റ മേഖലകളിൽ നോക്കിയാൽ അറിയാൻ പറ്റും, അവിടെ യഥാർത്ഥത്തിൽ വനത്തെ തടി വെട്ടിമുറിച്ചിട്ടുള്ളത് പഴയ നാട്ടുരാജാക്കന്മാരോട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ഏക്കർ ഭൂമി വാങ്ങി അതിൻ്റെ അവകാശം വാങ്ങിയ ആ കാലത്തെ പ്രമാണിമാരായിരുന്ന ആളുകൾ അവർ തടി വെട്ടി വിറ്റതിന് ശേഷമുള്ള കുറ്റിക്കാടുകൾ നിറഞ്ഞ ലാൻഡാണ് ഈ കർഷകർ കൊടുത്തത്. അന്ന് ആ തടി കടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി മലയോരത്തുണ്ടാക്കിയ കൂപ്പർ റോഡുകളാണ് ഇന്ന് PWD റോഡുകൾ എന്ന നിലയിൽ കാണുന്നതെന്നുള്ളതാണ് സത്യം. ഇതൊന്നും ഈ കുടിയേറ്റ കർഷകന് നേരെ വിരൽ ചൂണ്ടുന്ന ഈ പരിസ്ഥിതി പ്രവർത്തകരാണെന്നൊക്കെ പറഞ്ഞ് ഞാനത് കൂട്ടത്തിൽ ഒന്നുകൂടെ പറയട്ടെ, ഇങ്ങനെ പറയുന്ന ഒരുപാട് ഒട്ടനവധി ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവരെ ആരെയും തീക്ഷ്ണമായ കേരളത്തിൽ നടന്നിട്ടുള്ള പരിസ്ഥിതി സമരമൊത്തൊന്നും കണ്ടിട്ടുമില്ല. അതും കൂടെ കൂട്ടത്തിൽ പറയട്ടെ. അപ്പോൾ അവർക്ക് ഈ യാഥാർത്ഥ്യം അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രശ്നത്തിൽ, പ്രത്യേകിച്ച് ഈ വന്യജീവികളുടെ വിഷയത്തിൽ, വന്യജീവി മനുഷ്യ സംഘർഷം എന്ന് പറയുന്ന വിഷയത്തിൽ ഏറ്റവും അധികം ഇതിൻ്റെ വസ്തുതകൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ വിരൽ ചൂണ്ടേണ്ടി വരിക ഈ വന്യജീവികളുടെ കസ്റ്റോഡിയനായ ഈ വനസംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്തം ഉള്ള കേരളത്തിലെ വനം വകുപ്പിന് നേരെ വിരൽ ചൂണ്ടിയിട്ടില്ല. അപ്പം വനം വകുപ്പിന് നേരെ ചൂണ്ടപ്പെടുന്ന വിരലിനെ ഒന്ന് ദിശ മാറ്റൽ ഇതിൻ്റെ പിന്നിൽ അറിഞ്ഞോ അറിയാതെ സംഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന് ഉത്തരവാദികളായ ആളുകളുടെ ഉത്തരവാദിത്വം മറച്ചു വെക്കാൻ വേണ്ടി ഇരകളായ ആളുകളെ ഉത്തരവാദികളാക്കുന്ന ഒരു സംഗതി ബോധപൂർവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണങ്ങൾ ഇത് ഒട്ടനവധി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ എനിക്കിത് പറയാൻ പറ്റും. പറയൂ, ഇനി വനം വകുപ്പിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ്? അതിപ്പം പറയാനായിട്ട് അന്ന് സംരക്ഷിച്ചില്ല എന്നുള്ളതാണ്. അന്ന് അവർ വനം സംരക്ഷിക്കണമായിരുന്നു അന്ന്. അത് ഞാൻ പറയാം. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഒരു സമരത്തിന് തയ്യാറെടുക്കുന്ന കാര്യം ഷാജിൻ ആദ്യം സൂചിപ്പിച്ചു. അപ്പോൾ ആ സമരത്തിന് തയ്യാറെടുക്കാൻ ഒരു വർഷത്തോളമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പഠനത്തിന് പ്രധാനമായിട്ടും പരിസ്ഥിതി പ്രവർത്തകരും കർഷകരുടെ താല്പര്യങ്ങൾക്കും മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്കും ഒക്കെ അങ്ങനെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ എല്ലാം ദേശീയ തലത്തിലുള്ള കൂട്ടായ്മയാണ്. മേധാ പട്കറെ പോലുള്ള ആളുകൾ ഇപ്പോൾ നേതൃത്വം നൽകുന്ന, മുമ്പ് ഫാദർ തോമസ് കോച്ചേരിയും കിഷൻ പട്നായിക്കും അമർനാഥ് ഭായിയും സിദ്ധരാജ് ദത്തിയും അങ്ങനെയൊക്കെയുള്ള പഴയ തലമുറയിൽപ്പെട്ട വളരെ ന്യായങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ രൂപപ്പെടുത്തിയൊരു കൂട്ടായ്മയുണ്ട്, NAPM, നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെൻറ്റ്. അതിൻ്റെ കേരള ഘടകം ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ കേരളത്തിൽ ഈ വന്യജീവി സംഘർഷം മേഖലകളിലെല്ലാം സഞ്ചരിച്ച് അവിടെ കർഷകരുടെയും ആദിവാസി ജനവിഭാഗങ്ങളുടെയും സംഘടനകളുടെയും അതിൻ്റെ നേതാക്കന്മാരുടെയും ഒക്കെ യോഗങ്ങൾ വിളിച്ചു കൂട്ടിയും അല്ലാതെ ഇത് ബാധിച്ചിട്ടുള്ള ആളുകളെ നേരിട്ട് എന്നും വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. ആ വിവരശേഖരണത്തിൽ എല്ലാ സ്ഥലങ്ങളിലും തന്നെ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നേരിട്ടുള്ള വിവരശേഖരണത്തിൻ്റെയും ഈ 2022 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിലേറെക്കുറെ ഏകദേശം 30 പേജോളം ഈ വിഷയത്തെ സംബന്ധിച്ച്, കേരളത്തിലെ വന്യജീവി സംഘർഷ വിഷയത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിച്ചപ്പോഴും
അതുപോലെ തന്നെ കുറച്ച് വിവരാവകാശ രേഖകളൊക്കെ വെച്ച് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ ബോധ്യപ്പെട്ട കാര്യം ഇപ്പോൾ പറയുന്ന ഈ ഒരു നരേറ്റീവിന് വിരുദ്ധമാണ്. എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? കർഷകരാണ് മലയോരത്തെ ഉത്തരവാദി എന്ന് പറയുന്ന ഈ പ്രശ്നത്തിന് ഉത്തരവാദി അത് ഞാൻ പറയാം. അതിനകത്തുള്ള ഏറ്റവും ശ്രദ്ധേയമായ കണക്ക്, കേരളത്തിൻ്റെ വനഭൂമിയിൽ ഏറെക്കുറെ 21% പോയ കാലങ്ങളിൽ വനേതര ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് വനംവകുപ്പ്. ആകെയുള്ള വനഭൂമിയുടെ 21%. അത് ഏതൊക്കെ മേഖലകളെന്ന് ആ CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 21% എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്വയർ കിലോമീറ്റർ കണക്ക് എനിക്ക് തോന്നുന്നു 2500 ശിഷ്ടം സ്ക്വയർ കിലോമീറ്റർ, അതിൻ്റെ കണക്ക് കൃത്യം നോക്കിയാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിനകത്തെ സിംഹഭാവു എന്ന് പറഞ്ഞാൽ 1500 ചില്ലറ സ്ക്വയർ കിലോമീറ്ററും പിന്നെ വനേതര ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചിരിക്കുന്നത് ഈ വനം വകുപ്പ് തന്നെയാണ്. അവരുടെ തേക്ക് യൂക്കാലി പ്ലാന്റേഷനുകൾക്ക് വേണ്ടിയാണ് ഈ വനഭൂമി നീക്കി വെച്ചിട്ടുള്ളത്. കാശുണ്ടാക്കാൻ വേണ്ടി, തടിയുടെ വാണിജ്യ മൂല്യം. കാട് തന്നെയല്ലേ തേക്കൊക്കെ വെക്കുമ്പോഴും കാടല്ലേ? തേക്കിൻ്റെ കാടും അല്ലാത്ത കാടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ. ഇപ്പം യഥാർത്ഥത്തിലുള്ള കാടും ഒരു തേക്കും തോട്ടവും അല്ലെങ്കിൽ യൂക്കാലിയൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ണിനെ ഊഷരമാക്കുന്ന സംഗതിയാണ്, ചതുപ്പുകളെ വറ്റിക്കുന്ന സാധനമാണ്. ഇത്തരത്തിലുള്ള പ്ലാന്റേഷനുകൾ, വാറ്റിൽ, അങ്ങനെ ചില അക്കേഷ്യ, ഇതിനാണ് ഏറിയ പങ്ക്. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വനഭൂമിയുടെ വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിനിയോഗത്തിൻ്റെ പകുതിയിലധികം ഉപയോഗിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ. അപ്പോൾ അത് വനമായിട്ട് കൂട്ടത്തില്ലേ ഈ പറയുന്ന ഈ വനേതര? അല്ല, വനഭൂമിയായിട്ട് കൂട്ടും. പക്ഷേ യഥാർത്ഥത്തിൽ അത് വനമല്ല. വനഭൂമിയാണ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതയിലുള്ള ഭൂമി. മാത്രമല്ല അത് മൃഗങ്ങൾക്ക് ഗുണമില്ല. അതാണ് അതിലേക്കാണ് വരുന്നത്. അപ്പം അതൊന്ന് പുറമേ ഈ പറയുന്ന പ്രോജക്റ്റുകൾക്ക് വേണ്ടി മുക്കി കളഞ്ഞിരിക്കുന്ന, ഇപ്പം അതിൻ്റെ ഗുണം മുഴുവൻ കേരളീയരും, അതായത് മലയോരവാസികളെ കുറ്റപ്പെടുത്തുന്നവൻ ഉൾപ്പെടെയുള്ളവൻ ഈ കറണ്ട് പിന്നെ ജലസേചന പദ്ധതി എന്നുള്ള ഗുണം അനുഭവിക്കുന്നവരാണ്. അതുമൂലം ഉണ്ടാക്കിയ തൊഴിൽ സാധ്യതകൾ ഉപയോഗിക്കുന്നവരാണ്. ഇതാലോചിക്കണം. എന്നിട്ടാണ് ഈ കുറ്റപ്പെടുത്തൽ. ഇതിനു വേണ്ടി മുക്കിക്കളഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിൽ നിന്നും മറ്റ് പല പ്രോജക്റ്റ് രംഗങ്ങളിൽ നിന്നും കുടിയിറക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ ഇത് ചെയ്തിരിക്കുന്നു. പോരാത്തതിന് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലുള്ള കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ പോലുള്ള പിന്നെ ഇതിനു വേണ്ടി പ്ലാന്റേഷനുകൾക്ക് വേണ്ടി പാട്ടത്തിന് നൽകിയിരിക്കുന്നു. അത് കാട് തന്നെ കൊടുത്താണ്. കാട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കൊടുത്തിട്ടുള്ളതും അത് വേറൊരു വിഭാഗം പറ്റിയാണ്. പിന്നെ അതിന് പുറമെ വേറൊരു സംഗതി എന്ന് പറയുന്നത്, ഇപ്പോൾ അത് അടുത്ത കാലത്ത് വന്നൊരു സംഗതിയാണ്. ഈ മഞ്ഞക്കൊന്ന എന്ന് പറയുന്നത്, സെന്ന എന്ന് പറയുന്ന സാധനമുണ്ട്. അതൊരു അധിനിവേശ സസ്യമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അത് വ്യാപിക്കുന്ന മേഖലയിൽ വേറെ ഒരു സസ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് കർഷകരാരും കൊണ്ടൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ ഈ പറയുന്ന വിവരശേഖരണത്തിന് പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വനംവകുപ്പ് തന്നെ അവരുടെ ഏതോ പിന്നെ വനത്തിനുള്ളിലെ പിന്നെ ഓഫീസ് അങ്കണങ്ങളൊക്കെ ഒന്ന് പിന്നെ എന്നാ പറഞ്ഞ സൗന്ദര്യവൽക്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാണ് മഞ്ഞപ്പൂ ഉണ്ടാകുന്ന ഈ ഒരു കൊന്ന. അതിൻ്റെ വിത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വലിയ രീതിയിൽ പിടിവിട്ടു പോയി. ഇപ്പോൾ അത് 2021 വരെയുള്ള കണക്കാണ്. ആ കണക്ക് ഞാൻ നോക്കിയിട്ടുള്ളൂ. അതിന് ശേഷമുള്ള ലേറ്റസ്റ്റ് കണക്കുകൾ വന്നിട്ടുണ്ടാവും, ഞാനത് പഠിച്ചിട്ടില്ല. അതുവരെയുള്ളത് 490 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം ഈ സസ്യം വ്യാപിച്ചു എന്നുള്ളത്. 490 സ്ക്വയർ കിലോമീറ്റർ. ഞാനിത് പറയുന്നത് വെറുതെ പറയുന്നതല്ല. CAG റിപ്പോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വനംവകുപ്പിൻ്റെ രേഖകൾ പരിശോധിച്ചു. അത്രയും ഭൂമി കർഷകൻ ഇല്ല. അതാണ് 1977 ജനുവരി 1 മുമ്പുള്ള കുടിയേറ്റത്തെ നിയമവിധേയമാക്കി. അതിനുശേഷം ഉള്ള കുടിയേറ്റത്തെയാണ് നിയമവിരുദ്ധം കയ്യേറ്റം എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതും വേറൊരു കാര്യം കൂടെ ആലോചിക്കണം. 77 ശേഷമുള്ള പിന്നെ എന്നാ പറയുന്നത് കുടിയേറ്റം എന്നോ അല്ല കയ്യേറ്റം എന്നോ പറയുന്നതിൽ ഏറിയ പങ്കും കർഷകരല്ല കൈകാര്യം. ഇപ്പം അത് ഏറ്റവും ഇഷ്യൂ ആകുന്ന മൂന്നാർ പോലുള്ള മേഖലയിൽ ചില ടൂറിസ്റ്റ് ഒന്നെങ്കിൽ ടൂറിസ്റ്റ് പിന്നെ എന്നാ റിസോർട്ട് ആളുകൾ, കോറിയുടെ ആളുകൾ, പിന്നെ ചില പിന്നെ മതങ്ങൾ, വ്യത്യസ്ത മതങ്ങൾ, ഏതെങ്കിലും ഒരു മതമല്ല, വ്യത്യസ്ത മതപരമായ മതങ്ങളെ മുന്നേ നിർത്തുന്ന മതപരമായ ചിഹ്നങ്ങളെ മുന്നേ നിർത്തി. ഇപ്പോൾ ഇടയ്ക്ക് ഒരു കുരിശ് മുന്നേ നിർത്തി ഒരാൾ കയറാൻ ശ്രമിച്ചത്, അതെ, അത് എനിക്കറിയാം. അപ്പം അത് കുരിശിനോടുള്ള പ്രണയമല്ലല്ലോ, പറയുമ്പോൾ അതിൻ്റെ വിശ്വാസപരമായ സ്വാതന്ത്ര്യമാണെന്ന് പറയാം. അപ്പം അങ്ങനെ മതപരമായ ചിഹ്നം ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഉള്ള ചില മാഫിയ സ്വഭാവമുള്ള ആളുകളാണ് കയറുക. അത് കർഷകരൊന്നുമല്ല കയറുക. അതുപോലും 50 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ ഇവരുടെ രേഖ അനുസരിച്ച്. 50 സംതിങ്ങേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം ഇത് 77 വരെയുള്ള കയ്യേറ്റം അല്ല, അതിൻ്റെ കൃത്യമായിട്ടുള്ള അതും വേറെ 2-3 കാര്യങ്ങളും കൂടെ ചേർന്നുള്ള ഒരു സംഗതി കണക്ക് ഞാൻ വായിച്ചത് 380 ചില്ലുവാനം പിന്നെ സ്ക്വയർ കിലോമീറ്റർ അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ പോലും അതല്ല, ആ 3 കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ 1977 ജനുവരി 1 മുമ്പുള്ള കയ്യേറ്റത്തിൻ്റെയും പിന്നെ ഈ പ്രോജക്റ്റുകളുടെയും വേറെ ഏതാണ്ട് ഒരു കാര്യത്തിനെയും കൂടിയാണ് 380. അതല്ല, അത് മുഴുവൻ കൃഷിക്കാർ കൈകാര്യം ഈ പറയുന്ന 77 ശേഷമുള്ള കയ്യേറ്റവും അത് മുഴുവൻ കൃഷിക്കാരാണെന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാലും ശരി, ഇതിൻ്റെ ടോട്ടൽ എടുത്താലും മഞ്ഞക്കൊന്ന മൂലം വന്നതിനേക്കാൾ താഴെയാണ്. വസ്തുത ഇതായിരിക്കെയാണ് ചില ആളുകൾ ഈ ഒരു രീതിയിൽ കർഷകർക്ക് നേരെ വിരൽ ചൂണ്ടുന്നത്.
ഇത് ഭയങ്കര ക്രൂരമാണ്. ഇരകളെ കുറ്റവാളികളാക്കുക എന്ന് പറയുന്നത് മറ്റൊരു ജനവിഭാഗത്തിൻ്റെ പേരിൽ ഇത് നടക്കല്ല കേട്ടോ, വേറെ ഒരു ജനവിഭാഗത്തിൻ്റെ പേരിൽ ഇത് നടക്കല്ല. ഈ പ്രശ്നത്തിൻ്റെ ഇരകളെന്ന് പറയുന്നത് കർഷകരും ആദിവാസികളുമാണ്. എന്നും കരുതി ഏതെങ്കിലും ഒറ്റപ്പെട്ട കർഷകർ പിന്നെ പറയുന്നത് അത് ഏത് സമൂഹത്തിലും സംഭവിക്കാവുന്ന, ഏത് സമൂഹത്തിലും ഉണ്ടാക്കുന്ന, അതുവരെ ജനറലൈസ് ചെയ്ത് ഇവർ മുഴുവൻ കുഴപ്പക്കാരാണ് എന്ന് പറയുന്ന വരുത്തി തീർക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിന് ഉത്തരവാദികളായവരെ മറഞ്ഞിരിക്കാൻ സഹായിക്കണം വനം വകുപ്പിനെ. ഇപ്പോൾ ഇത്രയധികം മനുഷ്യ ഈ സംഘർഷം ഉണ്ടാകാൻ കാരണം, വന്യമൃഗ ആക്രമണം ഉണ്ടാകാൻ കാരണം എന്താണ്? കാരണം പല കാരണങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ എൻ്റെയൊക്കെ ചെറുപ്പത്തിലും എനിക്ക് തോന്നുന്നു ഞാനൊക്കെ മലയോര ഗ്രാമത്തിലാണ്, പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പമ്പയ്ക്ക് അക്കരെ എനിക്ക് സ്ഥലം ഉണ്ടായിരുന്നു, കാടിനോട് ചേർന്ന്. അവിടെ ആന വരുമായിരുന്നു, പന്നി വരുമായിരുന്നു, നമ്മളതിനെ ആട്ടി ഓടിക്കാനുള്ള വഴി നമുക്കുണ്ടായിരുന്നു. ഇന്നിപ്പം പമ്പയ്ക്ക് ഇക്കരെയുള്ള എരുമേലി പഞ്ചായത്തിലുള്ള കാട് പരിസരത്തേക്ക് ഒരു 8-10 കിലോമീറ്റർ അപ്പുറമൊക്കെ കാടുള്ള ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ പറമ്പിൽ പോലും പന്നി പെറ്റി കിടക്കുവാണ് എല്ലായിടത്തും. ഇപ്പോൾ ആര്യങ്കാവ് എന്ന് പറയുന്ന സ്ഥലം, ഞാനവിടെ പോയതാ ഈ ശരി, ആര്യങ്കാവിലാണ് എൻ്റെ അപ്പൻ ആര്യങ്കാവിൽ നിന്നാണ് പോരുന്നത്. അപ്പോൾ എൻ്റെ അപ്പൻ്റെ സഹോദരങ്ങളെല്ലാം അവിടെയുണ്ട്. ഞാൻ അടുത്ത കാലത്തൊരു ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ പോയി. അപ്പോഴൊക്കെ ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെയൊക്കെ അവരെല്ലാം ഉപേക്ഷിച്ചു പോയി. ആളുകൾ താമസമുണ്ട്, പക്ഷെ ഒരു കൃഷിയും ചെയ്യുന്നില്ല. കപ്പയില്ല, കാച്ചില്ല, ചേനയില്ല, എല്ലാം കളയുന്നു. വാഴ കളയുന്നു, കുരങ്ങ്, മയില്, ഇവൻ പുലി. എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ ഇളയ മകൻ അവൻ പറഞ്ഞു ഒരു ദിവസം കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഒരു മരത്തിന് ഇവിടെ ഒരു പുലി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അവൻ പുലിയെ നോക്കി, പുലി അവനെ നോക്കി, രണ്ടും കൽപ്പിച്ച് പോയി. പുലി മൈൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞു. മറ്റേ അരുൺകുമാർ പറഞ്ഞ പോലല്ല. അപ്പോൾ അവരെല്ലാം കംപ്ലീറ്റ്ലി വിട്ടു. കൊരങ്ങും ചക്ക മുഴുവൻ പറിച്ചോണ്ട് പോവാണ്, തേങ്ങ അറത്തിക്കൊണ്ട് പോവാ. ഞാനത് അനുഭവിക്കുന്ന ആളല്ല. കപ്പ കുരുക്കി എടുത്തോണ്ട് പോകുന്നത് ഞാൻ കണ്ടതാണ്. മനുഷ്യൻ പറിക്കുന്ന പോലെ കൊരങ്ങന്മാർ കൂടി പറിച്ചത്. അപ്പം ഇതെങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ഉണ്ടായത്? അല്ല, അതിനുള്ള പിന്നെ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഈ മുമ്പ് വന്യജീവികളെ കൃഷിയിടത്തിലിറങ്ങുന്ന, പ്രത്യേകിച്ച് ഈ കുടിയേറ്റത്തിൻ്റെയൊക്കെ ആദ്യ മേഖലകളിൽ അന്ന് വന്യജീവികൾ വന്നാൽ പോലും അവയെ ഓടിക്കാനും ചുരുക്കം ചില ആളുകൾ അവയെ കൊല്ലുന്നുമുണ്ടായിരുന്നു. അതെ, വേട്ട എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ ഒരു ഘട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ്. ഇന്ത്യ ആഗോളതലത്തിൽ ഈ വക കാര്യങ്ങൾ വ്യത്യസ്ത എന്നാ പറയുന്നത് ജന്തുവർഗ്ഗങ്ങളുടെ വംശനാശം ഉണ്ടാക്കുന്ന, മൊത്തം മാനവരാശിക്ക് ജീവരാശിക്ക് ഉണ്ടാക്കുന്ന ഭീഷണിയെ സംബന്ധിച്ചുള്ള ആശങ്കയിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളിലൊക്കെ ഒപ്പുവെക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട രാജ്യമാണ്. ആ ഒരു രാജ്യം എന്ന നിലയിൽ ആ ഒരു ഉത്തരവാദിത്തത്തിൽ 72-ൽ ഉണ്ടായ വന്യജീവി സംരക്ഷണ നിയമമുണ്ട്. ആ നിയമം സ്ട്രിക്റ്റായി നടപ്പിലാക്കി തുടങ്ങിയതോടെ വന്യജീവികളുടെ മേലുള്ള ഈ വേട്ട ഏറെക്കുറെ എന്നാ പറയുന്നത് തീരെ നടക്കുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എങ്കിലും കർശനമായി അത് നിയന്ത്രണ വിധേയമായി. അപ്പോൾ സ്വാഭാവികമായും എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. രണ്ടാമത് സംഭവിച്ച ഒരു കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ച രീതിയിൽ വനത്തിൻ്റെ ഗുണശോഷണം, ഈ പറയുന്ന വനത്തിൻ്റെ നിർണായകമായ പങ്ക് ഇപ്പോൾ വനം വകുപ്പ് തന്നെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി, വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് വനത്തിൻ്റെ ഗുണശോഷണം ഉണ്ടായി. പ്രത്യേകിച്ച് യൂക്കാലി പോലുള്ള സാധനം വ്യാപകമായ വനമേഖല നട്ടാൽ വെള്ളമില്ലെന്നാവും, സ്വാഭാവികമാണ്. ഈ ഒരു വശത്ത് എണ്ണം പെരുകുന്നു, മറുവശത്ത് വനത്തിൻ്റെ ഗുണശോഷണം മൂലം അവയ്ക്ക് ഭക്ഷണം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നെ ചില ജീവിവർഗ്ഗങ്ങൾ ഇതിനകത്തൊരു നാച്ചുറലായിട്ടുള്ള ഒരു ഭക്ഷ്യ ശൃംഖലയുണ്ടല്ലോ, അതുവഴിയാണല്ലോ വനത്തിനകത്തെ വന്യജീവികൾ ഒരു ജീവിവർഗം മാത്രം കണ്ടമാനം പെരുകുന്നത് നിയന്ത്രിക്കപ്പെടുന്നത്. അതിനകത്തെ ചില ആ ശൃംഖലയിലെ ചില കണ്ണികൾ ദുർബലമായി. നിർഭാഗ്യവശാൽ നമ്മുടെ വനം വകുപ്പിന് ഇത് സംബന്ധിച്ച് യാതൊരു പഠനവുമില്ല. ഓരോ വനമേഖലയിലെയും വന്യമൃഗങ്ങളുടെ വാഹകശേഷി സംബന്ധിച്ച്, ക്യാരിയിങ് കപ്പാസിറ്റി സംബന്ധിച്ച് യാതൊരു പഠനവും നടക്കുന്നില്ല. വനം വകുപ്പിന് കാര്യം വലിയ ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് ഗവേഷകരുണ്ട്, ഒരുപാട് ഡോക്ടറേറ്റ് കിട്ടിയ ആളുകളുണ്ട്, അവരും മോശമല്ലാത്ത ശമ്പളം വാങ്ങുന്നുണ്ട്, അവരുടെ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് നല്ല കെട്ടിടങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതുപോലുള്ള മർമ്മപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു കണക്കുമില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം പറയും. ഇപ്പോൾ ദേശീയ തലത്തിൽ ഉള്ള ഈ കടുവയുടെ കണക്കെടുക്കുന്ന എന്താണ് നാഷണൽ ടൈഗർ സർവേ എന്തോ ഒരു സംവിധാനമുണ്ട്. അത് നോക്കിയാൽ എനിക്ക് അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അവരുടെ നിരീക്ഷണം അനുസരിച്ച് ഒരു കടുവയ്ക്ക് ജീവിക്കാൻ എത്ര നിശ്ചിത ഒരു ഇതുണ്ട്. അതിൻ്റെ എത്രയാണ് ഈ അത് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ നമ്മുടെ വയനാട്ടിലെ വന്യജീവി വനമേഖലയിലെ കടുവകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിന് വഹിക്കാവുന്നതിൻ്റെ പല മടങ്ങാണ്. ഓക്കെ. പക്ഷേ ഇതല്ലെന്ന് വനം വകുപ്പിലെ ചില ആളുകളോട് സംസാരിക്കും പറയുന്നുണ്ട്, അത് ആ കണക്ക് തെറ്റാണ്. പക്ഷെ തെറ്റാണെന്ന് ചുമ്മാ വാവുകൊണ്ട് സർവേ നടത്തുന്നില്ല. അല്ല, ഇല്ല, അവരുടെ കയ്യിൽ കൃത്യമായ കണക്കുണ്ടെങ്കിലല്ലേ അത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ കടുവ ഇറങ്ങുന്ന അനുഭവങ്ങൾ വളരെ വ്യാപകമായി വരിക.
ഇതിങ്ങനെ ഓരോ വർഷം ചെല്ലുന്നതോറും ഇത് കൂടി വരും. കാരണം ഇതിങ്ങനെ പറ്റി വരികയല്ലേ, ഇതൊരിടത്ത് നിൽക്കുകയല്ലോ. ഇപ്പോൾ ഉള്ള ഒരു വന്യജീവി ആക്രമണത്തിൻ്റെ നിലവാരത്തിൽ അതങ്ങ് നിൽക്കുകയല്ലോ. ഈ വർഷത്തിനേക്കാൾ കൂടുതൽ ഇതുണ്ടല്ലോ. ഞാൻ 20 വർഷമായുള്ളൂ കാസർഗോഡ് പോയിട്ട്. ഞാൻ പോയി എടുത്ത സ്ഥലം എന്ന് പറയുന്നത് പിന്നെ വനത്തിൽ നിന്ന് കുറേ അകലെയാണ്. ഞാൻ ആ സ്ഥലം എടുത്തപ്പോൾ പിന്നെ എനിക്ക് പിന്നെ വല്ല കാലത്തും 1-2 കുരങ്ങ് വരും. എൻ്റെ ഈ ഒരു 50ഓളം കായ്ച്ച തെങ്ങുള്ള ഒരു മനുഷ്യനാണ്. എൻ്റെ കൃഷിയിൽ ഒരു കാര്യം അതാണ്. അന്നൊന്നും വലിയ പ്രശ്നമില്ല. ഒരു കവുങ്ങൊക്കെ വരും, നമ്മൾ ഒരു കുരങ്ങൊക്കെ വരും, നമ്മൾ കൗതുകത്തോടെ സന്തോഷത്തോടെ അത് നോക്കുന്ന ഒരു ഇതായിരുന്നു. ഇന്നിപ്പോൾ സ്ഥിതി അതല്ല. ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് 25-50 അടങ്ങുന്ന സംഘം ഇങ്ങോട്ട് വരികയാണ്. എൻ്റെ ഈ 50 തെങ്ങുണ്ടെങ്കിൽ എനിക്ക് അതിനകത്തുനിന്ന് അരച്ചുകൂട്ടാൻ തേങ്ങ ഇപ്പോൾ കിട്ടുന്നത്. 7 മാസം കൂടിയാണ് 3 ദിവസം മുന്നേ ഞാൻ നാളികേരം പറിച്ചത്. 7 മാസം കൂടി 45 ദിവസം കൂടുമ്പോൾ നാളികേരത്തിൻ്റെ വിളവെടുക്കുന്നത് ആലോചിക്കണം. എന്നിട്ട് ഒന്നും കിട്ടാനില്ല. ഈ സ്ഥിതിയിലേക്ക് ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള എത്ര ആളുകൾ, ഇത് 10,000-കണക്കിന് കർഷകരുടെ പ്രശ്നമാണ്. കാട്ടുപന്നി ഇങ്ങനെ പെരുകയാണ്. പക്ഷേ ഇതിനെല്ലാം ഒറ്റക്കാരണം എന്നുള്ള നിലയിലല്ല. അപ്പോൾ കാട്ടുപന്നിയൊക്കെ പെരുകുന്നതിന് നാട്ടിലെ നമ്മുടെ മാലിന്യ കൂമ്പാരങ്ങൾ അതിന് കാരണമാകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. മാത്രമല്ല റബ്ബറിന് വില കുറഞ്ഞപ്പം അതെ ഞാൻ പറഞ്ഞ എൻ്റെയൊക്കെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലെ മെയിൻ വിഷയം ഈ ആളുകൾ അബാൻഡൻ ചെയ്തിരിക്കുകയാണ്. അങ്ങോട്ട് ആളുകളുടെ നഗരത്തിലേക്ക് മാറി 10-18 ഏക്കർ ഭൂമി അവിടെ ഉണ്ട്. അവിടെ കാട് കയറി. പന്നിക്ക് പരമസുഖം. അതെ, അതായത് കാർഷിക ജീവിതത്തിൽ നിന്ന് ഒരു മേഖലയിലെ ജനങ്ങൾ ഒപ്പാടെ കൃഷി ഉപേക്ഷിച്ചു പോവുകയാണ്. അതിൻ്റെ കാരണം കൃഷി മാന്യമായ ഒരു തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ കൃഷിയെ പിന്നെ ഈ സിസ്റ്റം അവഗണിക്കുന്നു. അതൊരു ഗവൺമെൻറ് എന്നുള്ളതല്ല, ഈ സിസ്റ്റം അവഗണിക്കുന്നു. അങ്ങനെ അവഗണിച്ചപ്പോഴെന്ന് വെച്ചാൽ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കാൻ പുതിയ തലമുറ അതിന് സന്നദ്ധമല്ല. പഴയ തലമുറയിൽപ്പെട്ടവരും കൃഷിയോട് താല്പര്യമുള്ളവർക്കും സാമ്പത്തിക കാരണങ്ങളെ കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് കൃഷി ഉപേക്ഷിക്കുന്നു? കൃഷി ഉപേക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ കൃഷിയുടെ ഇങ്ങനെ അടിക്കാടുകൾ വളരുകയും ഇവയ്ക്ക് വരാൻ ഞാൻ കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ കൃഷി ചെയ്യുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, എനിക്ക് കഴിക്കാൻ, എനിക്ക് നല്ലത് കഴിക്കണം എന്ന് ആഗ്രഹം. 2, എൻ്റെ ശരീരത്തിൻ്റെ പറഞ്ഞ ആ ഒരു ആവശ്യം, ശരീരപ്രകൃതി. അല്ലെങ്കിൽ ഞാൻ അതേ പണി തന്നെ, ഞാനിപ്പോൾ ഒരു കപ്പ ഇടുകയോ അല്ലെങ്കിൽ ഞാനിപ്പോൾ കപ്പ വാട്ടുകയോ ഒക്കെ ചെയ്യുന്ന അതേ പ്രക്രിയ ഞാൻ മറ്റാരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ പണി ചെയ്യുവാണെങ്കിൽ എനിക്കുണ്ടാകുന്ന വരുമാനം വലിയ വ്യത്യാസമാണ്. പക്ഷേ ഇതെൻ്റെ ഒരു സുഖം. അങ്ങനെയാണെങ്കിൽ മാത്രം കൃഷി പറ്റും. അല്ല, അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ മറ്റ് വരുമാന മാർഗമുള്ളവർക്ക് ഇടവേളയായി ഒരു ഉല്ലാസത്തിന് വേണ്ടി ചെയ്യുന്ന നിലയിൽ കൃഷി പറ്റുള്ളൂ എന്നുള്ള നില വന്നു. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ ഇതിന് പരിഹാരം എന്താണ്? എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കുന്നത്, വനം വകുപ്പ് ഒരു യഥാർത്ഥത്തിൽ ആ പരിഹാരത്തിലേക്ക് പോയി. അതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയക്കാർക്ക് തന്നെ ഇത് മനസ്സിലാവാത്ത എന്തുകൊണ്ടാണ് ഇതിന് പരിഹാരം? ഇപ്പം നിയമം പ്രശ്നമൊക്കെ അല്ലേ ഉള്ളത്. 72 നിയമത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് ഒന്നല്ലേ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത്? അത് നിയമത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നെങ്കിൽ നിയമത്തിൽ ആർക്ക് ആണോ മാറ്റം ആവശ്യമുള്ളത് അവർ വളരെ യുക്തിസഹമായി വളരെ സംഘടിതമായി ഈ നിയമത്തിൽ മാറ്റം വരുത്തേണ്ട ആളുകളുടെ മുന്നിൽ അവരുടെ ന്യായങ്ങൾ സമർപ്പിക്കണം. കർഷകർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. ശേഷിയില്ല. പലപ്പോഴും വെച്ചാൽ കർഷകർക്കുടെ ഏറ്റവും വലിയൊരു ഇപ്പോൾ ഇതിന് മാറ്റം മാറി വരുന്നുണ്ട്. കാരണം പുതിയ തലമുറയൊക്കെ പിന്നെ കുറച്ചുകൂടെ ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ മറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് അവന് രാവിലെ റബ്ബർ ടാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പശുവിനെ കറക്കണം, പാടത്ത് പോകണം, അങ്ങനെയൊക്കെയുള്ള ഇത് ചെയ്യുമ്പോൾ അവൻ്റെ ഒരു സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ പിന്നാമ്പുറ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഉള്ള പഠനങ്ങൾ നടത്താനും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടടുത്ത് പ്രസൻറ്റ് ചെയ്യാനും അവന് ആളില്ലെന്നുള്ള സത്യമുണ്ട്. കർഷകരെ ഉദ്ധരിക്കാനെന്ന നിലയിൽ ഒരുപാട് ഏജൻസികളൊക്കെ രംഗപ്രവേശം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആളില്ല. ഇപ്പോൾ എനിക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിലയിലുള്ള പഠനങ്ങളും ഇത് പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ പറയാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് കർഷകർ അല്ലേ, അവർ സംഘടിക്കാൻ പോകുന്നില്ല അപ്പോൾ അതിങ്ങനെ അങ്ങ് പോയാൽ മതിയല്ലോ എന്നുള്ള നിലയിൽ. പിന്നെ കൃഷിയെ നമ്മുടെ വികസനത്തിൻ്റെയും നമ്മുടെ സാമ്പത്തിക വിദഗ്ധന്മാരും ആസൂത്രണ വിദഗ്ധന്മാരും പ്രാഥമിക മേഖലയിൽ നിന്ന് ഇപ്പോഴും പറയുന്നുണ്ടെന്നുള്ളതല്ലാതെ കൃഷിക്കുള്ള പ്രാമുഖ്യം ഒരു പിന്നെ പണ്ടേ അവരുടെ മനസ്സിൽ നിന്നും നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോഴും നമ്മുടെ എന്താണ് രാഷ്ട്രീയ രംഗത്തെ ശ്രദ്ധേയമായ പിന്നെ കാര്യമായിട്ട് പരിഗണിക്കപ്പെടുന്നത് കൃഷി നന്നാക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ആത്മാർത്ഥമായ പരിശ്രമങ്ങളോ അതിനുവേണ്ടിയുള്ള പിന്നെ മുതൽ മുടക്കുകളോ അതിനുവേണ്ടിയുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറിച്ച് ഈ വ്യവസായ രംഗത്തുള്ള പിന്നെ അതിനുവേണ്ടിയുള്ള മുതൽ മുടക്ക് നടത്തുന്ന ആളുകളാണ് ക്ഷണിച്ചു കൊണ്ടുവന്ന് ആഘോഷപൂർവ്വം പിന്നെ ആ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റുകൾ പോലെ അതിപ്പോൾ എല്ലാ സർക്കാരും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റിനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നതല്ല, എല്ലാ ആളുകളും ഇപ്പോൾ ചെയ്യുന്നത്. കാരണം അതാണ് കുറച്ചുകൂടി പിന്നെ എന്താണ് ഭരണകർത്താക്കൾക്ക് ആസൂത്രണ വിദഗ്ധർക്ക് എന്തുകൊണ്ടോ പിന്നെ ലാഭമുള്ളതും തൊഴിലുള്ളതും ഉണ്ടോ ആയിരിക്കും അവിടെ കൂടുതൽ തൊഴിൽ സാധ്യത ഉള്ളതും അല്ല. അതൊരു തോന്നൽ മാത്രമാണ്.
ഇപ്പോൾ സംഘടിത മേഖലയിൽ ഒരാൾക്ക് തൊഴിൽ കൊടുക്കുമ്പോൾ അസംഘടിത മേഖലയിൽ 16 പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഏജൻസികൾ പറയുന്നത്. അതായത് ഒരു മാൾ വന്നാൽ ഒരു മാൾ വരുമ്പോൾ ഒരുപാട് ചെറുകിട വ്യാപാര രംഗത്തുള്ള ഒരുപാട് കടകൾ പൂട്ടപ്പെടും. അത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ. അപ്പോഴും എന്താണ് എന്താ പറഞ്ഞാൽ മാളുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കണക്കാണ് നമ്മുടെ ഭരണാധികാരികളെ മോഹിപ്പിക്കുന്നതും ആ കണക്ക് പറഞ്ഞാണ് അവർ രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും, അല്ലാതെ വേറൊന്നല്ല. ഇത് ഈ ഒരു ഇവിടേക്ക് പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാശ് കൊടുക്കണം സാധനം മേടിക്കാൻ. യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ അകത്ത് പറയുന്നത് കടക്കാരൻ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തണമെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കൊണ്ടുപോയി പാർക്കിംഗ് പൈസയും കൊടുത്തിട്ട് വേണം ഇവൻ്റെ വില കൂടിയ സാധനം വാങ്ങാൻ. അല്ല, ഇത് വാങ്ങാൻ വേണ്ടി ഇതിൻ്റെ രസകരമായ വേറൊരു സംഗതിയുണ്ട്. ഇത് മാത്രമല്ല, ഓൺലൈൻ വ്യാപാരം. ഞാൻ താമസിക്കുന്ന കൊന്നക്കാട് പോലുള്ള ഒരു മലയോര ഗ്രാമത്തിൽ ഞാനൊരു ദിവസം എൻ്റെ വീടിന് മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്നപ്പോൾ അതിലെ പാസ് ചെയ്ത് ഞാനത് പലരോടും പറഞ്ഞൊരു കാര്യമാണ്. ഒരാൾ ഇതിൻ്റെ ഈ ഓൺലൈൻ വ്യാപാരത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഒരു സ്കൂട്ടിക്ക് വന്ന് അവിടെ നിന്ന് ആരെയോ ഫോൺ ചെയ്യാണ് എൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്ന്. അപ്പം ഞാൻ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ അല്ലേ അതെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും വരുന്നുണ്ടോ? ഞാൻ ഈ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു, എല്ലാ ദിവസവും വരുന്നുണ്ടോ എന്ന് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും വരുന്നുണ്ട്, എന്നെപ്പോലെ 4 പേര് വേറെയും വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊന്നക്കാട് പോലുള്ള ഒരു മലയോരത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ അതെന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൻ്റെ 3-4 വാർഡുകൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ഗ്രാമത്തിൽ 4 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓൺലൈൻ വ്യാപാരത്തിൻ്റേത് വരുന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം ബിസിനസ്, അതിൻ്റെ വോളിയം എത്രയാണെന്ന് ആലോചിച്ചാൽ അതിൻ്റെ അകത്തുള്ളൊരു പ്രോബ്ലം ഈ വാങ്ങുന്നവന് വില കുറച്ച് കിട്ടുന്നുണ്ട്. അല്ല, ആണ് അല്ല അത് ഇതിനകത്ത് ഇങ്ങനെയുള്ള ചില കെണികളിലൂടെയാണ് ഇത് വരുന്നത്. പക്ഷേ അത് രസകരമായ സംഗതി, ചെറുകിട വ്യാപാര രംഗത്തുള്ളവരും ചിലപ്പം വാങ്ങും, അവരുടെ കടയിൽ വിചാരിച്ച സാധനം വാങ്ങിയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഇതിന് ചില സങ്കീർണതകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക രംഗത്തു നിന്ന് ആളുകൾ പോയത് കൃഷി ആദായകരമായ ഒരു കാര്യമല്ലാതായതിൻ്റെയും കൃഷി മാന്യമായ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലൊരു അംഗീകാരം കിട്ടുന്ന ഒരു തൊഴിലായി മാറാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത് ഇങ്ങനെ മാറി. ആദായകരമാക്കാൻ പറ്റുമോ? ആദായകരമാക്കാൻ പറ്റുമല്ലോ. കാരണം ഭയങ്കര ചിലവല്ലേ, സാധനത്തിന് വിലയില്ലല്ലോ. അല്ല, വില മനുഷ്യാധ്വാനത്തിന് മിനിമം 1000 രൂപ കൊടുക്കണം. ഒരു മനുഷ്യാധ്വാന കാര്യം ഞാൻ പറയാം. ഇന്ന് ലോകത്ത് കൃഷി നിലനിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരുവിധം കർഷകർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്ക രാജ്യങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ്, വലിയ തോതിലുള്ള പിൻബലത്തോടു കൂടിയാണ് കൃഷിയെ നിലനിർത്തുന്നത്. കാരണം കൃഷി എന്ന് പറയുന്നത് അടിസ്ഥാന മേഖലയാണ്. ഇതില്ലാതായി വേറെ എന്തെങ്കിലും കൊണ്ട് വേറെ എന്തെല്ലാം ഉണ്ടാക്കിയാലും ശരി, ഈ കൃഷി ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല. മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമാണ് കൃഷി എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് അതിന് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുകയാണ്. അതിവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ആകെ കൂടി വന്ന ഒരു നല്ല പ്രോജക്റ്റ് എന്ന് പറയാവുന്നത് റബ്ബർ കർഷകന് ഈ പറയുന്ന റബ്ബർ ഉൽപ്പാദക ഉത്തേജക പദ്ധതി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 25 കൊല്ലത്തിനിടയിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നല്ലൊരു പ്രോജക്റ്റാണ് മാണിസാർ. അല്ല, അതിപ്പോൾ അത് ആവശ്യമായി വരാത്തതിൻ്റെ പക്ഷേ അത് ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഓരോ സമയത്തെയും ഉൽപ്പാദന ചെലവിന് ആനുപാതികമായി അതിൻ്റെ അടിസ്ഥാന വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം 180 രൂപയേ ഉള്ളൂ. അത് അന്യായം, അതുപോരാ, അപര്യാപ്തമാണ്. ഇപ്പോൾ ഒരു 250 രൂപയുടേതായ ഒരു അടിസ്ഥാന വില നിശ്ചയിച്ചിട്ട് ആ ഡിഫറൻസ് വരുന്ന തുക കർഷകന് കൊടുക്കുക. ഇത് റബ്ബറിൽ ഒതുക്കേണ്ടതല്ല. നാളികേരത്തിൻ്റെ കാര്യത്തിൽ ഇതാണ് ചെയ്യുന്നത്. നാളികേരത്തിന് ഇപ്പോൾ വിലയുണ്ട്, പക്ഷേ നാളികേരത്തിൻ്റെ വിലയിടിയുന്ന ഘട്ടത്തിൽ ഉടനെ സംഭരിക്കാനാണ് നോക്കുന്നത്. ആ സംഭരണം 100% കർഷകനെ സംബന്ധിച്ചിടത്തോളം പരാതികൾ മാത്രമുള്ള കാര്യമാണ്. കാരണം അവർ നിശ്ചയിക്കപ്പെട്ട അളവേ സംഭരിക്കുകയുള്ളൂ. നിശ്ചയിക്കപ്പെട്ട കേന്ദ്രത്തിൽ പോയി ഇത് കൊടുക്കണം. എന്തെങ്കിലും ഒരിക്കലും കാശ് കിട്ടുന്നത്. ഇതിങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പരാതിയുണ്ട്. ഈ മോഡലിൽ ഒരു സംവിധാനം ആക്കാവുന്നേ ഉള്ളൂ നാളികേരത്തിനും. നെല്ല് സംഭരണത്തിൻ്റെ പ്രശ്നം നമുക്കറിയാം. ഇത് ഈ വിധത്തിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഗവൺമെൻറ് കൃഷിയെ സഹായിക്കാൻ വേണ്ടി വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറുകളുടെ ഒരു ശൃംഖല ഉണ്ടാക്കിയിട്ടല്ല വേണ്ടത്. കൃഷി വകുപ്പും അനുബന്ധ സ്ഥാപനങ്ങളുടെയും വൈപുല്യം ഭയങ്കരമാണ്. അതിനുവേണ്ടി ഈ പറഞ്ഞ കൃഷിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന തുകയുടെ സിംഹഭാഗവും, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കാച്ചക്രത്തിൻ്റെ പൂച്ച മുക്കാചക്രത്തിൻ്റെ പാല് കുടിക്കുന്നു എന്ന് പറയുന്നതാണ് ഇന്ന് കാർഷിക രംഗത്തെയുള്ള സംവിധാന പെരുപ്പം. അതിൻ്റെ ഗുണം കർഷകന് കിട്ടുന്നില്ല. അതിനുവേണ്ടി ചെലവഴിക്കുന്ന തുക ഡയറക്റ്റായിട്ട് കൃഷി വകുപ്പും കൃഷിഭവനും ഉണ്ട്. അതൊരു അടിസ്ഥാന ശൃംഖലയാണ്. ആ സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ട് ബാക്കി സംവിധാനങ്ങൾ കട്ട് ചെയ്തിട്ട് വേറെ ഉണ്ട് ഒരുപാട് സംവിധാനങ്ങൾ. എങ്ങനെ വേറെ സംവിധാനങ്ങളുണ്ട്? കൃഷി എത്ര സംവിധാനങ്ങളാണ്, എണ്ണ ഒടുങ്ങാത്ത സംവിധാനങ്ങളല്ലേ. ഈ സംവിധാനങ്ങളുടെ വേണ്ടി ചെലവഴിക്കുന്ന, അവയുടെ വണ്ടി ഓടാൻ വേണ്ടി, അവരുടെ ഓഫീസിന് വേണ്ടി, അവർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി, അവരുടെ പെൻഷന് വേണ്ടി ചെലവഴിക്കുന്ന തുക ഈ ഒരു കൃഷിഭവനുകളുടെ എല്ലാ പഞ്ചായത്തിലും ഒരു കൃഷിഭവൻ വെച്ചുണ്ട്. ആ ശൃംഖലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർഷകൻ അവന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുക. മാർക്കറ്റിലെ വിലയും അവൻ്റെ ഉൽപ്പാദന ചെലവും കൂടെ താരതമ്യം. അങ്ങനെ കൃഷി നിലനിൽക്കുള്ളൂ. കൃഷി നിലനിൽക്കേണ്ടതാണ്. നമുക്ക് മറ്റേ വർഷത്തിലേക്ക് വരാം. ഈ
വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഇപ്പോഴത്തെ ഈ വലിയ തീവ്രമായ വിഷയം അത് പരിഹരിക്കാൻ എന്താണ് നിർദ്ദേശം? അല്ല, അതിനൊരു ഒറ്റ നിർദ്ദേശമില്ല. കാരണം ഇത് ഈ പ്രശ്നത്തിന് ഒറ്റ കാരണമല്ല ഉള്ളത് എന്ന് പറഞ്ഞ പോലെ തന്നെ വനം വകുപ്പിൻ്റെ കെടുകാര്യസ്ഥത കാരണമാണ്. കാലാവസ്ഥാ മാറ്റം മൂലം വന്യജീവികളുടെ ഇതിൽ വന്നിരിക്കുന്നത് പിന്നെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളുണ്ട്. അങ്ങനെ ഇപ്പോൾ നിരവധി കാരണങ്ങളുണ്ട്. ഇപ്പം കോറികൾ, വനമേഖലയിൽ കോറികളുടെ എണ്ണം വർദ്ധിപ്പിച്ചത്, പിന്നെ റിസോർട്ടുകളുടെ എണ്ണം വർദ്ധിക്കുകയും വലിയ തോതിൽ വനത്തിലേക്കുള്ള ഇതെല്ലാം ഇതിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങളിപ്പോൾ ഒരു പിന്നെ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് കേന്ദ്രീകരിച്ച് ഒരു താലൂക്ക് ആസ്ഥാനമായ മലയോര താലൂക്ക് ആസ്ഥാനമായ വെള്ളരിക്കുണ്ട് കേന്ദ്രീകരിച്ച് നീണ്ടു നിൽക്കുന്ന ഒരു കർഷക പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. കർഷക സ്വരാജ് സത്യാഗ്രഹം എന്ന പേരിൽ അതിൻ്റെ ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ളതിനും അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിന് പിന്നെ ആധാരമായിട്ട് അല്ല അതിന് മുന്നൊരുക്കം എന്നതിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു നിവേദനത്തിൽ 14 കാര്യങ്ങൾ ഞങ്ങൾ അടിയന്തരമായി കേരള ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന 14 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം, ഉദാഹരണം എന്നുള്ള നിലയിൽ, എല്ലാം വിശദീകരിക്കുന്നില്ല. ഇപ്പം വനം വകുപ്പിൻ്റെ കണക്കനുസരിച്ച് 3000 കിലോമീറ്ററിലധികം വനാതിർത്തി, ഒന്നെങ്കിൽ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ട്, അല്ലാത്ത ഫെൻസിങ് ഉണ്ട്, റെയിൽ ഫെൻസിങ് ഉണ്ട്, പിന്നെ എന്നാ പറയുന്ന ട്രെഞ്ചുകൾ തീർത്തിട്ടുണ്ട്, ആന മതിലുകളുടെ സംഗതിയുണ്ട്. ഇതെല്ലാമായിട്ട് ഏറെക്കുറെ 3000 കിലോമീറ്ററോളം ഇവർ ഈ സംരക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയായിട്ട് ഇവരുടെ കണക്കിലുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഫീൽഡിൽ പോയി അന്വേഷിച്ച് അറിയാം, അതിൻ്റെ 10% പോലും പ്രവർത്തനക്ഷമമായിട്ടില്ല. കാരണം എന്നാൽ ഇത് മെയിൻ്റനൻസ് നടത്തുകയില്ല. അപ്പോൾ ഇത് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന മേഖലയിൽ തീവ്രമായിട്ട് പ്രശ്ന മേഖലയാണെന്ന് പറയുന്നിടത്ത് അടുത്ത പ്രോജക്റ്റ് അനുവദിക്കുക, ഒരു 7 കിലോമീറ്റർ സോളാർ ഫെൻസിങ്. എന്തിനാണ്? അതിന് കുറേ പൈസ അനുവദിക്കുന്നു, അത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു, അത് കാട്ടിക്കൂട്ടിയിട്ട് പോകുന്നു, ആ പാഴ്ചയിൽ ഒഴിക്കുന്നു. ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഇവർ അടിയന്തരമായി ചെയ്യേണ്ടത് എന്താണ്? ഇവരെ പണം മുടക്കി ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റ് വഴി പൊതുഖജനാവിലെ പണം മുടക്കി സൃഷ്ടിച്ചിരിക്കുന്ന ഈ സംരക്ഷണ സംവിധാനങ്ങൾ മെയിൻ്റനൻസ് നടത്തി പ്രവർത്തനക്ഷമമാക്കണം. അത് നിരന്തരം പ്രവർത്തനക്ഷമമായി നിൽക്കണം. പോരാത്തതിന് നമ്മളിപ്പോൾ ഒരു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു ജനവാസ മേഖലയുടെ ഏതെങ്കിലും ഭാഗത്ത് 3 കിലോമീറ്റർ ഫെൻസിങ് നടത്തിയാൽ ആ 3 കിലോമീറ്ററിന് അപ്പുറത്തൂടെ ആനയും വരികയല്ലേ? ഇതിനു വേണ്ടി പണം മുടക്കുന്ന ഒരു മേഖല ചെയ്താൽ ആ മേഖല ഒന്നാകെ എങ്കിലും സംരക്ഷിത മേഖലയാക്കണ്ടേ? അതിൻ്റെ ഒരു പ്രായോഗിക യുക്തി വേണ്ടേ? ഇപ്പം എനിക്ക് വനം വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളുടെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ട ഒരു സംഗതി, പിന്നെ ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് പണം നീക്കി വെക്കുമ്പോൾ 140 നിയോജകമണ്ഡലങ്ങൾക്ക് ഉപയോഗം വെക്കും. അപ്പം 1/2 കിലോമീറ്ററും പിന്നെ എന്നാ പറയുന്നത് 100 മീറ്ററും ഒക്കെ ആയിരിക്കും ഫെൻസിങ്ങിന് കിട്ടുന്നത്. എല്ലാവർക്കും ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഇത് രാഷ്ട്രീയ നേതൃത്വം ചിന്തിക്കേണ്ട കാര്യമാണ്. രാഷ്ട്രീയ നേതൃത്വം വേണം വനം വകുപ്പിനെ ആ ഒരു നിലയിൽ യാഥാർത്ഥ്യബോധത്തോടെ ഈ പ്രശ്നം ഏറ്റവും രൂക്ഷമായിട്ട് ഇത് ബാധിക്കുന്ന മേഖലയിൽ ചെലവഴിക്കുന്ന പണം ഒന്നാകെ അവിടെ ചെലവഴിച്ച് അവയെ ഫലവത്താക്കണം. അതുപോലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഈ നഷ്ടപരിഹാരം. എന്തായാലും ശരി, ഇത് പെട്ടെന്ന് തീരുന്നൊരു പ്രശ്നമല്ല, കാലങ്ങളായി ഡെവലപ്പ് ചെയ്ത് വന്നൊരു പ്രശ്നമാണ്. അതൊന്നിനൊന്നും രൂക്ഷ വരികയാണ്. അപ്പോൾ ഇതുമൂലം കൃഷിനാശം സംഭവിക്കുന്നവർക്ക്, ജീവനാശം സംഭവിക്കുന്നവർക്ക്, പരിക്ക് പറ്റുന്നവർക്ക് ഇത്തരം ആളുകൾക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക എന്ന് പറയുന്നത് തുച്ഛമാണ്. ഇപ്പോൾ 10 ലക്ഷം കൊണ്ട് കൊടുക്കുന്നത് ജീവൻ നഷ്ടപ്പെടുന്നവർക്കല്ലേ. പക്ഷേ അതും പോരാ. സത്യത്തിൽ ഇപ്പോൾ ഒരു വണ്ടി ഇടിച്ച് മരിച്ചാൽ ആ ആൾക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? ആളുടെ പ്രായം പരിഗണിക്കും, ആളുടെ തൊഴിൽ പരിഗണിക്കും. ഇതൊന്നുമില്ല. ഇതെങ്ങനെ കൊടുക്കുന്നു? അത് ഈ അടുത്ത കാലത്ത് വർദ്ധിപ്പിച്ചതാണ്. വിളകൾക്ക് നൽകുന്നത് നിസ്സാരമായ കാര്യമാണ്. അത് അപേക്ഷിച്ചാൽ ഉടനെ കിട്ടുകയില്ല, ഏതെങ്കിലും കാലത്ത് കിട്ടും. അതുകൊണ്ട് എന്താണ്, യഥാർത്ഥത്തിൽ ആരും ഇതിനെ അപേക്ഷിക്കാൻ പോലും പോകുന്നില്ല. എനിക്ക് ഒരുപാട് കൃഷിനാശം ഇത് മൂലം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാട്ടുപന്നിയുടെ ഇത് മൂലം, തെങ്ങിൻ്റെ കുരങ്ങിൻ്റെ ശല്യം മൂലം ഞാൻ അപേക്ഷിക്കാത്തതിന് കാരണം അതിന് മെനക്കെട്ട് കാര്യമില്ല, കിട്ടുന്നത് നക്കാപ്പിച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ സംഗതി, അത് പെട്ടെന്ന് കിട്ടാനുള്ള നടപടിക്രമം ഉണ്ടാകുക. പിന്നെ ഇതിൻ്റെ നഷ്ടം നിർണ്ണയിക്കുന്നതിൽ കർഷകനും അവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്കും കൃഷി ഓഫീസർക്കും കൂടി പങ്കാളിത്തമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. വനം വകുപ്പുകാർ തന്നെ തീരുമാനിച്ചാൽ പോരാ. വനം വകുപ്പ് തീരുമാനിക്കുന്നതാണ് പ്രശ്നം. അപ്പോൾ ഇതുപോലുള്ള 14 കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വനം വകുപ്പാണ് യഥാർത്ഥ പ്രശ്നക്കാർ. വനം വകുപ്പ് പ്രശ്നക്കാരെന്നുള്ളതല്ല, വനം വകുപ്പിനെ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നില്ല. പഠനത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇവർ അനിവാര്യമായിട്ട് നടത്തേണ്ടിയിരുന്ന പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല. അത് വനം വകുപ്പിലെ ആളുകൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ വക കാര്യങ്ങളിൽ ഇവരെ നിർബന്ധിക്കേണ്ടത് ആരാണ്? അതിനാണല്ലോ രാഷ്ട്രീയ നേതൃത്വങ്ങൾ. നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ മാറി വരുന്ന ഇപ്പം ഉദ്യോഗസ്ഥന്മാരെക്കാൾ കൂടുതൽ ഒരു സമൂഹത്തിൻ്റെ പൾസ് അറിയുന്നവർ രാഷ്ട്രീയ പ്രവർത്തകരാണ്, രാഷ്ട്രീയ നേതാക്കന്മാരാണ്. അതാണല്ലോ ജനാധിപത്യത്തിൻ്റെ ഒരു ചലനാത്മകത അതിലാണല്ലോ കിടക്കുന്നത്. അവർ വേണം ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തെ കൊണ്ട് ഇതൊരു പ്രശ്നമാണ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠനം നടത്തണം, ഇതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാവണം, അതിനുവേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവണമെന്ന് പറയാനായിട്ട് അത് ചെയ്യുന്നില്ല. അപ്പോൾ വനം വകുപ്പിനും അവരെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഇത് ഉത്തരവാദിത്വം. അത് ഏതെങ്കിലും ഒരു കക്ഷിയോ ഗവൺമെൻറ്റിനെ മാത്രം കൊണ്ട് ഞാൻ പറയില്ല. കാരണം ഇത് കാലങ്ങളായി ഡെവലപ്പ് ചെയ്ത് വന്നതാണ്.
കാലങ്ങളായി ഈ വനം വകുപ്പിനെ നിയന്ത്രിച്ചിട്ടുള്ള എല്ലാവർക്കും ഇതിനകത്ത് രാഷ്ട്രീയ ഉത്തരവാദിത്തമുണ്ട്. ഈ കാട്ടിലെ നീതി കാട്ടിൽ മതി എന്നുള്ളതാണ് കിഫയുടെ ഒരു മുദ്രാവാക്യം. ഈ കാട്ടുമൃഗങ്ങൾ, ഞാനിപ്പം ആനയും കടുവയൊന്നും പറയുന്നില്ല, പന്നി അല്ലെങ്കിൽ കാട്ടുപോത്ത്, അവ നാട്ടിലേക്ക് ഇറങ്ങി കർഷകർ, ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ 3 പേരെയാണ് കാട്ടുപോത്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പ്രത്യേകിച്ച് പന്നികളെയെങ്കിലും കൊല്ലാനുള്ള അധികാരം കർഷകർ കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും പന്നികളെ കൊല്ലാനുള്ള അധികാരം കർഷകർ കൊടുക്കണം. അതിന് പിന്നെ എന്നാ പറയുന്നത്, അതിന് തന്നെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. അത് ഈ 72 വന നിയമത്തിലെ വ്യവസ്ഥകളാണ് അത് പറഞ്ഞ് പിന്നെ എന്താണ് കേന്ദ്രം അതിന് സമ്മതിച്ചില്ല എന്നൊക്കെയുള്ളൊരു വാദഗതിയുണ്ട്. പക്ഷേ ഈ നിലവിലുള്ള നിയമത്തിൽ ജീവന് ഭീഷണിയായി വരുന്ന, അതുകൊണ്ടാണ് ഈയിടയ്ക്ക് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ കടുവയെ കൊന്നതും. അത് എൻ്റെ ജീവന് ഭീഷണിയായാൽ എനിക്ക് കൊല്ലാമെന്ന് മാത്രമല്ല, ആ നിയമത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു വ്യവസ്ഥ, എൻ്റെ ജീവന് ഭീഷണിയാവുന്നത് ഷാജൻ കണ്ടാൽ ഷാജൻ ഒരു ഇതിനെ കൊല്ലാം, ഷാജൻ്റെ ജീവന് ഭീഷണിയാവണമെന്നില്ല, അങ്ങനെയുള്ള വ്യവസ്ഥയുണ്ട്. അതൊന്നും വേണ്ടത്ര ആളുകളിൽ എത്തിക്കാനോ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവനെ ക്രൂശിക്കാനല്ല വനം വകുപ്പ് നോക്കേണ്ടത്, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന ഇതിൻ്റെ എണ്ണം, അതായത് നമ്മൾ ഈ ഒരു യുദ്ധകാലത്ത് സമാധാന കാലത്ത് ഒരുപോലെയല്ല കാര്യങ്ങളെ കാണുന്നത്. ഈ കാര്യമല്ല ഏത് കാര്യത്തിലും. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു യുദ്ധകാലത്തിന് സമാനമായ ഒരു സ്ഥിതി മലയോരങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പെരുകി വന്ന് ഒരു പിടിവിട്ട് പോകുന്ന നിലയിലേക്ക് വന്നിരിക്കും. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വംശനാശ ഭീഷണിയൊന്നുമില്ലാത്ത ചില ജീവിവർഗങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നത്, അത് കർഷകർ വെടിവെച്ച് കൊടുക്കണം കൊല്ലണം എന്നൊന്നും അല്ല, അതിനകത്തുള്ള ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും നമുക്ക് പിന്നെ ഈ വക ജീവികളെയെല്ലാം കൊന്നു തിന്നാനുള്ള യഥേഷ്ടം അവകാശം കർഷകർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മലയോരത്തെ ജനങ്ങളുടെ കൈയിടി കിട്ടും. പക്ഷേ നമുക്കറിയാം, ഈ ഒരു ജനാധിപത്യ സമൂഹത്തിൽ, പ്രത്യേകിച്ചും പുതിയ കാലത്ത് പിന്നെ സമൂഹത്തിൽ ഹിംസാ പ്രവണത, അക്രമവാസനകൾ പൊതുവിൽ വളർത്തിച്ചു വരുന്നൊരു സമയത്ത് ഒരു ഭരണകൂടവും ജനങ്ങളെ ആയുധമണിയിക്കാൻ വേണ്ടി സമ്മതിക്കത്തില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചിലപ്പോൾ ഭരണാധികാരി ആളുടെ കൈയടിക്കാൻ കിട്ടാൻ വേണ്ടി അത് പറഞ്ഞെന്നിരിക്കും, പ്രതിപക്ഷത്തൊക്കെ ഇരിക്കുമ്പോൾ അത് സമ്മതിക്കില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള വാദഗതിയൊന്നും ഞങ്ങളുടെ സമയത്ത് വരുന്ന. നമ്മൾ പറയുന്നത് ഈ എണ്ണം നിയന്ത്രിക്കൽ അത് നിയമാനുസൃതമായി വനം വകുപ്പ് അത് ചെയ്യണം, ആസൂത്രിതമായി. അതിനുള്ള ഒരു കാലത്തേക്ക്, നിശ്ചിത കാലത്തേക്ക് അതിൻ്റെ വേട്ട പോലുള്ള കാര്യങ്ങൾ വനം വകുപ്പ് തന്നെ ചെയ്യണം. അവരതിനകത്ത് മടിച്ചില്ല. പറമ്പിൽ പന്നി കയറുമ്പം വനം വകുപ്പുകാർ അവിടെ ഉണ്ടാവത്തില്ലല്ലോ. അല്ല, അതിനാണ് ഇതിന് ചെയ്യേണ്ട കാര്യം. ഇപ്പം കാട്ടുപന്നിയാണല്ലോ ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങൾ പറയുന്നത്. കാട്ടുപന്നി ഉള്ള ഒരു മേഖലയിൽ, വ്യാപകമായ കൃഷിനാശം ബാധിക്കുന്ന ഒരു മേഖലയിൽ വനം വകുപ്പ് നിയോഗിക്കുന്ന ഷൂട്ടർമാരോ അല്ലെ വനം വകുപ്പിലെ തന്നെ ഷൂട്ടർമാരുടെയോ ഒരു സംഘം ഈ കാടിളക്കി, അങ്ങനെയാണല്ലോ നേരത്തെ വേട്ടയാടൽ, കാടിളക്കി വേട്ടയാടുക എന്ന് പറയുന്ന സംഗതി. ഇത് പിന്നെ കാണാൻ ഇടയുള്ള മേഖലകളിൽ, അല്ലാതെ കൃഷിയിടത്തിൽ വരുന്ന ആ പർട്ടിക്കുലർ മൂവ്മെൻറ്റിൽ തോക്കുമായിട്ട് ചെയ്യുന്ന അത് പ്രായമില്ല. ഇതുള്ള മേഖലകളിൽ വളരെ വ്യാപകമായി അതിന് ആളുകളെ സംഘടിച്ച് തന്നെ ഇതിന് സജ്ജമായി പോയി ഇവയെ വേട്ടയാടണം, ഇവയുടെ എണ്ണം കുറയ്ക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ കുരങ്ങിനെയാണെന്നുണ്ടെങ്കിൽ കുരങ്ങിൻ്റെ ഒരു സവിശേഷത ബുദ്ധിയുള്ള ജീവിയാണ് ബാക്കി എല്ലാ ജീവിയേക്കാൾ. അതൊന്നും പക്ഷേ അത് മുകളിൽ കൂടെയാണ് വരുന്നത്, മരത്തിൽ കൂടെയാണ് വരുന്നത്. അതിന് മേല് നൊന്താൽ, ശരീരം നൊന്താൽ അത് പിന്നെ ആ വഴിക്ക് വരികയില്ല. ശബ്ദം കേട്ടാലോ വരത്തില്ല. ശബ്ദം കേട്ടാൽ അവർ ആദ്യം വരികയില്ല. അത് ഞാൻ അനുഭവമുള്ള ആളാണ്. വെച്ചാൽ നമ്മൾ ഈ ഒരു പൈപ്പിൽ കൂടെ പിന്നെ ഒരു സാധനം ഇട്ടിട്ട് ഒച്ച ഉണ്ടാക്കുന്നൊരു സംഭവമുണ്ട്. ആദ്യം അതൊന്നും, അത് 2 തവണയാകുമ്പോൾ അവർക്ക് മനസ്സിലാകും, കാരണം ബുദ്ധിയുണ്ട്. പക്ഷേ ശരീരം നൊന്താൽ, വേദനിച്ചാൽ അവ പിന്നെ കുറച്ച് കാലത്തേക്ക് ആ വഴിക്ക് വരില്ല. അപ്പോൾ അതിന് നമ്മളിപ്പം ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടി റബ്ബർ ബുള്ളറ്റ് ഉപയോഗിക്കുന്നില്ലേ ഇപ്പോൾ സമരരംഗത്ത്? എന്തുകൊണ്ട് ഈ കാര്യത്തിൽ പറ്റില്ല? കൊല്ലണമെന്ന് നമ്മൾ പറയുന്നില്ല. ഞാൻ ഈ മഹാരാഷ്ട്രയിലെ പാഞ്ചഗണി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗം. എൻ്റെ ചേട്ടനോടുണ്ട്. ഞാനൊരു ദിവസം ഭയങ്കര ശബ്ദം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിംഹവാലം കുരങ്ങന്മാർ, നിസാരം ഇവിടുത്തെ ചൂളക്കുരങ്ങന്മാരല്ല, കൂട്ടത്തോടെ വരുവാണ്. അപ്പം ചേട്ടൻ, അച്ഛനാ, പുള്ളി അവിടെ ഇരുന്നിട്ട് ഒരു വലിയ കമ്പെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു, പാഞ്ഞു പോയി. വെടിവെക്കുവാൻ അതിന് തോന്നിയതേ ഉള്ളൂ. കാരണം ആരോ വെടിവെച്ച് അവരുടെ കൂട്ടത്തിലുള്ള കുരങ്ങുകൾ ചത്തിട്ടുണ്ട്. അതായിരിക്കും, ഇങ്ങനെ കമ്പെടുത്ത് ഇങ്ങനെ കാണിച്ചോളൂ, കുരങ്ങുകൾ വിട്ടുപോയി. അതാ പരിപാടി എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ കുരങ്ങ് വരുമ്പം ചെയ്യുന്ന തെറ്റാലി എന്ന് പറയുന്ന സാധനമുണ്ട്, കല്ല് വെച്ച് ഇത് ചെയ്യുന്ന സാധനം. അത് പിന്നെ അതെടുക്കുമ്പോൾ മാത്രമാണ് കുരങ്ങിപ്പോൾ ഒന്ന് ഓടിപ്പോകുന്നത്. പക്ഷേ ഞാൻ പറയുന്നത്, ഈ കുരങ്ങിൻ്റെ ആക്രമണമുള്ള മേഖലയിൽ പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഗവൺമെൻറ് നൽകിയിരിക്കുന്ന വേറൊരു സംഗതി, ഈ RRT പോലെ ഇപ്പോൾ ഈ ഉപദ്രവമില്ലാത്ത ജീവികളെ, ഇപ്പം കുരങ്ങിനെയും മയിൽ അങ്ങനെയൊക്കെയുള്ള സാധനത്തെ ഓടിക്കാൻ വേണ്ടി പിന്നെ ഇത് കൂടുതൽ ശല്യമുള്ള മേഖലകളിൽ ജനകീയമായ സന്നദ്ധ സേന ഉണ്ടാക്കണം. അവർക്ക് പരിശീലനം കൊടുക്കണം, എങ്ങനെയാണ് ഇത് ഓടിക്കേണ്ടത്. അവർക്ക് അതിനുള്ള ടൂളുകൾ കൊടുക്കണം. മുമ്പേ പറഞ്ഞാൽ റബ്ബർ ബുള്ളറ്റ് അങ്ങനെ ഇത് സംഘടിതമായിട്ട് ഒരു മേഖലയിലെ കുരങ്ങുകളെ മുഴുവൻ ഓടിച്ച് വനത്തിൽ കയറ്റാൻ പറ്റും. അത് ആവർത്തിച്ച് കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് വരില്ല. അതിന് വനം വകുപ്പ് ഒന്നും ചെയ്യണ്ട. വനം വകുപ്പ് അങ്ങനെ ചെയ്യാനുള്ളൊരു സംവിധാനത്തെ വ്യവസ്ഥാപിതമാക്കുക, അതിനുള്ള പരിശീലനം കൊടുക്കുക, അതിനുള്ള ടൂളുകൾ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട സംഗതി. ഇത് ചെയ്യാവുന്ന കാര്യമല്ലേ?
ഇതൊക്കെ ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ലോങ് റണ്ണിൽ എന്താണ് ചെയ്യേണ്ടത്, ദീർഘകാലാടിസ്ഥാനത്തിൽ എന്താ ചെയ്യേണ്ടത്, ഇവരുടെ തെറ്റുകൾ, ഇവർ നടത്താത്ത പഠനങ്ങൾ നടത്തണം. ഈ പറയുന്ന ഏകവിള ഇവരുടെ തോട്ടങ്ങളുണ്ടല്ലോ, തേക്കും പിന്നെ യൂക്കാലിയൊക്കെ, അതൊക്കെ സമയബന്ധിതമായി മുറിച്ചു നീക്കി സ്വാഭാവികമായി ഇപ്പം വനം വകുപ്പ് ഇതൊന്നും വേണ്ട, ഹെലികോപ്റ്റർ ചക്കക്കുരുവായിട്ട് ഒന്ന് പറന്നുകൊണ്ടിട്ട് അത് ഞാൻ പറയാം. അതിൻ്റെ വനം വകുപ്പ് തന്നെ ചെയ്ത ഒരു മാതൃക ഞാൻ പറയാം. നിങ്ങളുടെ മേഖലയിലാണ്, എരുമേലി റേഞ്ചിലാണ്, ഉഴപ്പക്കോട് മാതൃക എന്നാണ് പറയുന്നത്. കോരത്തോടിനടുത്തുള്ള വനത്തിലെ ഒരു മേഖലയിൽ 95-96 കാലഘട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു 20,000 പ്ലാവ് തൈകൾ വനം വകുപ്പ് ഒരു ഏരിയയിൽ നട്ടു. എൻ്റെ ഒരു നിശ്ചിത വിസ്തീർണത്തിൽ അതിൻ്റെ 60% അത് ജീവിച്ചു വന്നു. അത് കായായപ്പോഴത്തേക്കും ചക്ക മൂക്കുന്ന സമയത്ത് എല്ലാ ജീവിവർഗങ്ങളും അവിടെയാണ്. എന്ന് വെച്ചാൽ ആ സമയത്ത് ഈ ജീവിവർഗങ്ങൾ നാട്ടിലിറങ്ങുന്നില്ല. ഇത് വനം വകുപ്പ് തന്നെ ചെയ്ത് വിജയിപ്പിച്ചൊരു പരിപാടി. അവരെന്തുകൊണ്ട് അത് വേറൊരിടത്ത് ചെയ്യുന്നില്ല, പിന്നെ അത് വ്യാപകമാക്കുന്നില്ല? ഈ പറയുന്ന തേക്ക് തോട്ടങ്ങളും യൂക്കാലി തോട്ടങ്ങളും വെട്ടി നിരത്തി വെച്ച് അവർക്ക് ഈ ഉഴപ്പക്കോട് മാതൃക അങ്ങ് ചെയ്താൽ പോരെ? അത് പെട്ടെന്ന് ഫലം ഉണ്ടാവില്ല, ദീർഘകാലാടിസ്ഥാനത്തിന് ഫലം ഉണ്ടാവും. അപ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പെട്ടെന്ന് ചെയ്യേണ്ട സംഗതി ഈ പറയുന്ന ചില ജീവികൾക്കെങ്കിലും എണ്ണം നിയന്ത്രിക്കാനുള്ള സംഗതികൾ ചെയ്യുക, പിന്നെ ഓടിച്ചു വിടാനുള്ള ജനകീയ സന്നദ്ധ സേനകൾ ഉണ്ടാക്കുക, നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുക. ഇപ്പോൾ അവർ ചെയ്തു വെച്ചിരിക്കുന്ന സംരക്ഷണ സംവിധാനങ്ങൾ കുറച്ച് പിന്നെ എന്നാ പറഞ്ഞത് മെയിൻ്റനൻസ് നടത്തി കാര്യക്ഷമമാക്കുക. ഇനി അതിനുവേണ്ടി പണം മുടക്കുന്നത് ആ ഏരിയയെങ്കിലും മൊത്തം കവർ ചെയ്യത്തക്ക രീതിയിൽ അതിനുള്ളൊരു ബുദ്ധി കാണിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇത് ഗവൺമെൻറ് അംഗീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, സമാധാനപരമായി ജനാധിപത്യപരമായി വ്യവസ്ഥാപിതമായി ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഉള്ളിൽ ജനങ്ങൾ സമരം ചെയ്യുമ്പോൾ ആ സമരത്തിൻ്റെ പോസിറ്റീവായി സമീപിച്ചില്ലെങ്കിൽ, ക്രിയാത്മകമായി സമീപിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വളരെ നെഗറ്റീവായി, വളരെ തീവ്രവാദ സ്വഭാവത്തോടെ ഈ വനവും വന്യജീവികളും പരിസ്ഥിതി സംരക്ഷണവും പ്രകൃതി സംരക്ഷണവും വേണ്ട എന്ന നിഷേധഭാവത്തിൽ പറയുന്ന ആളുകളും അവരുടെ മുദ്രാവാക്യങ്ങളും ഈ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മലയോര മേഖലയിൽ പിന്നെ എന്നാ പറയുന്നത് വ്യാപകമാകാനായിട്ട് കാരണമാകും. നമ്മൾ വളരെ എന്നാ പറയുന്നത് ഈ പ്രകൃതിയും സംരക്ഷിക്കണം, എല്ലാ ജീവജാലങ്ങളും സംരക്ഷിക്കണം, കൂട്ടത്തിൽ മനുഷ്യനും സംരക്ഷിക്കപ്പെടണം എന്നുള്ള സാമാന്യ ബോധത്തോടെ ആ ഒരു വളരെ വിശാലമായ തലത്തിൽ സമഗ്രമായ ഒരു വീക്ഷണത്തിൽ ആണ് നമ്മൾ ജനാധിപത്യപരമായി ഈ കാര്യങ്ങൾ സർക്കാരിൻ്റെ മുന്നിൽ വെക്കുന്നത്. അത് കേൾക്കുക എന്നുള്ളത് വനം വകുപ്പിൻ്റെയും സർക്കാരും ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു 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 ബുദ്ധിയാണ്. അത് ചെയ്തില്ലെങ്കിൽ ഈ കാര്യങ്ങൾ പിടിവിട്ടു പോകും. സന്തോഷം. നമുക്ക് വീണ്ടും മറ്റൊരു സാഹചര്യത്തിൽ സംസാരിക്കാം. ഓക്കെ.